എന്നും ഒരേപോലത്തെ പഴംപൊരി കഴിച്ചിട്ട് മടുക്കുന്ന സമയത്ത് വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന അടിപൊളി പഴംപൊരിയാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത്. ബേക്കിംഗ് സോഡയും ഈസ്റ്റ് ഒന്നും ഇല്ലെങ്കിൽ പോലും നല്ല അടിപൊളിയായിട്ട് നമുക്കിത് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നമുക്കിത് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ മിക്സിന്റെ ജാർ എടുത്ത് വെച്ചിട്ട് അതിലേക്ക് നമുക്ക് ഒരു അര കപ്പ് തേങ്ങ ചിരകിയത് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതാ ഞാൻ ഒരു പഴത്തിന്റെ പകുതി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് മധുരത്തിനായിട്ട് കുറച്ച് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം. 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയായിട്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് നമുക്കിത് നല്ലപോലെ ഒന്ന് അരച്ചിട്ട് ഇതാ ഇതുപോലെ ആക്കിയിട്ട് മാറ്റി വെക്കാം. ഇനി നമ്മൾ ഒരു ബൗൾ എടുക്കുക. അതിലേക്ക് നമുക്ക് ഒരു കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിന്റെ കൂടെ തന്നെ നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ റവ ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും കൂടി ഇതിന്റെ കൂടെ തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതാ നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഏലക്കായ് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതാ ഞാൻ ഒരു ടീസ്പൂൺ എള്ളും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി, അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം ട്ടോ. എന്നിട്ട് ഇതാ നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള പഴത്തിന്റെയും തേങ്ങന്റെയും മിക്സ് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ചായിട്ട് വെള്ളം ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഇത് നല്ലപോലെ കലക്കിയെടുക്കാം. നമ്മൾ സാധാരണ പഴംപൊരിക്ക് കലക്കുന്ന പോലെ തന്നെയാണ് കലക്കിയെടുക്കേണ്ടത്. അധികം ലൂസാക്കാണ്ട് നല്ലൊരു കൺസിസ്റ്റൻസിയിൽ കലക്കിയെടുക്കുക. പിന്നെ ബേക്കിംഗ് സോഡ ചേർക്കണമെന്നുള്ളവർക്ക് ഒരു നുള്ള് ചേർത്ത് കൊടുക്കുക. അല്ലെങ്കിൽ നിങ്ങൾ ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. അപ്പോൾ ഇതാ നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട്. ഞാനിപ്പോൾ കാണിക്കുന്ന പോലെ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മൾ മാവ് റെഡിയാക്കിയിട്ട് എടുക്കേണ്ടത്. ഇനി ഇതാ നമുക്കിതാ ഇതുപോലത്തെ നല്ല പഴുത്ത പഴമാണ് വേണ്ടത്. നല്ല പഴുത്ത പഴമാകുമ്പോൾ പഴംപൊരിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും. എന്നിട്ട് നമുക്കിത് ഇതുപോലെ കട്ട് ചെയ്ത് വെക്കാം. ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് ഓയിലോ വെളിച്ചെണ്ണയോ നല്ലപോലെ ചൂടാക്കി എടുത്തതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഓരോ പഴവും ഈ മാവിൽ നല്ലപോലെ ഡിപ്പ് ചെയ്യുക. അപ്പോൾ ഇതാ ഞാൻ നല്ലപോലെ ഡിപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. എപ്പോഴും നമ്മൾ ഒരേ രീതിയിൽ ഉണ്ടാക്കുന്നതിന് പകരം ഇടയ്ക്കൊക്കെ ഇതുപോലെ വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കി നോക്കാവുന്നതാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള പഴംപൊരിയാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതാ ഞാൻ 3 എണ്ണം ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് സമയം കഴിയുമ്പോൾ ഇതാ ഇതുപോലെ പൊന്തി വരും. ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. മറിച്ചിട്ട് കൊടുത്തിട്ട് മറ്റേ സൈഡും നമുക്ക് നല്ലൊരു ഗോൾഡൻ കളറിൽ ഫ്രൈ ആക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഇത് നമ്മുടെ അടിപൊളിയായിട്ടുള്ള പഴംപൊരി റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം റെഡിയാക്കിയിട്ട് എടുക്കാം. അപ്പോൾ അടുത്ത തവണ പഴംപൊരി ഉണ്ടാക്കുന്ന സമയത്ത് നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. എന്തായാലും ഇഷ്ടമാവും. ഈ മഴയത്ത് ചൂട് ചായക്കൊപ്പം കഴിക്കാൻ നല്ല ടേസ്റ്റിയുള്ള പഴംപൊരിന്റെ റെസിപ്പിയാണിത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള വെറൈറ്റി റെസിപ്പികൾക്കായിട്ട് നമ്മുടെ പേജ് ഫോളോ ചെയ്യാൻ മറക്കരുത്.